മത്സ്യമേഖലയെ തകർക്കുന്ന കടൽമണൽ ഖനനത്തിനെതിരെ RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP നയിക്കുന്ന തീരദേശ ജാഥയ്ക്ക് പെരുമാതുറയിൽ സ്വീകരണം നൽകി. പെരുമാതുറ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം മുൻ മന്ത്രി ബാബു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷോപലക്ഷം വരുന്ന അധ്വാനിക്കുന്ന അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ താറുമാറാക്കാൻ പോകുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ രാജ്യത്ത് നയിക്കുന്ന നമ്മുടെ മത്സ്യസമ്പത്ത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള ധാതുമണൽ, കരിമണൽ അത് കുത്തക മുതലാളിത്തത്തിന് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ഈ മണൽ ഖനനം എന്നതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ ഗുണമാണ്. മത്സ്യസമ്പത്ത് കൊണ്ട് സമൃദ്ധമായ കൊല്ലം പരപ്പിൽ ഖനനം നടത്തുന്നതിലൂടെ അറബിക്കടലിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാകും. പാരിസ്ഥിതിക, സാമൂഹിക, ആരോഗ്യ ആഘാത പഠനങ്ങൾ നടത്താതെ തീരദേശവാസികളുടെ ജീവൻ വെച്ചുള്ള പരീക്ഷണത്തിനാണ് കൊല്ലം പരപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കൈവെള്ളയിലുള്ള ഗുജറാത്തിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഖനനത്തിലുള്ള ധാതുക്കൾ ഉണ്ടെങ്കിലും അവിടെ പരീക്ഷണത്തിന് മുതിരാതെ കേരളത്തെ പരീക്ഷണശാലയാക്കുകയാണ് ചെയ്യുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. പെരിമാതുറ ഉൾപ്പെടെ പൂന്തുറ, വല്യതുറ, അതുപോലെ ശക്തികുളങ്ങര, നീണ്ടകര, ചെലക്കൂർ ഉൾപ്പെടെയുള്ള അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള ആലപ്പുഴ അടക്കം കടലോര മേഖലയിൽ അധിവസിക്കുന്ന തീരദേശവാസികളുടെ ആവാസ വ്യവസ്ഥ എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടില്ല. ഒരു പഠനവും നടത്താതെ ഏകപക്ഷീയമായി നീല സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ 2047 ലോകത്തെ അതിവികസിത സമ്പദ്ഘടനയായി ഇന്ത്യ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടുകൂടി നരേന്ദ്രമോദി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഈ പ്രക്രിയ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കും, തീരദേശ മേഖലയെ തകർക്കും, മത്സ്യസമ്പത്തിന്റെ അളവ് കുത്തനെ കുറയും, തീരദേശവാസികളുടെ ജീവനും ജീവനോപാധികളും ജീവിതവും തകർക്കുന്ന നിലയിലേക്ക് മാറിത്തീരുമെന്നുള്ളത് കൊണ്ടാണ് കടൽ മണൽ ഖനനത്തിനെതിരായി RSPയും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രത്യക്ഷമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് മാത്രം തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയുന്നതല്ല കടൽ മണൽ ഖനനം. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന മത്സ്യസമ്പത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നീക്കത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മൗനം ദുരൂഹവും അപലപനീയവുമാണ്. സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ കഴുകൻ കണ്ണുകളോടെയാണ് വിഷയത്തെ സമീപിക്കുന്നത്. സഹകരണവും സഹായവും ഉറപ്പാക്കുന്ന രഹസ്യധാരണകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് സംസ്ഥാന ഭരണ നേതൃത്വത്തിന്റെ നിലപാട്. സ്വകാര്യ കുത്തകകൾക്ക് കരിമണൽ ഖനനം നടത്താനുള്ള കുറുക്കുവഴിയാണ് ആഴക്കടൽ മണൽ ഖനനമെന്നും പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഈ കടൽ മണൽ ഖനനം നടത്തുമ്പോൾ ലഭിക്കുന്ന റോയൽറ്റി പണം ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് കിട്ടുന്നത്. അത് സംസ്ഥാനത്തിന് കൂടി ലഭിക്കണം. അപ്പൊ സംസ്ഥാനത്തിന് കൂടി മണൽ ഖനനം നടത്തുന്നതിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാന ഗവൺമെന്റിന് കൂടി അതിന്റെ പങ്ക് കിട്ടിയാൽ ആകാം എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ആരാ കള്ളക്കളി ഈ കാര്യത്തിൽ നടത്തുന്നത്? സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നയമുണ്ടോ, നിലപാടുണ്ടോ? തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.